നമസ്കാരം. ഞാൻ രാജേഷ് മലർകണ്ടി. ഒരു വീട് നിർമ്മിക്കുമ്പോൾ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്ന ഭൂമി ആ വീടിൻ്റെ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിരുകളെല്ലാം ഷേപ്പില്ലാത്ത ഒരു പ്ലോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് നിർമ്മാണത്തിൽ കൂടുതൽ ചെലവ് വരാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ തന്നെ ലെവൽ ഡിഫറൻസ് വരുന്ന ഭൂമിയുടെ ലെവൽ കറക്റ്റ് അല്ലാതെ ലെവലിംഗ് പല ലെവലിൽ ഇരിക്കുന്ന ഭൂമി നമ്മൾ തിരഞ്ഞെടുത്താൽ അതിൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കൂടാനുള്ള സാധ്യത ഒരുപാടാണ്. അത് നമ്മുടെ വീടിൻ്റെ ബഡ്ജറ്റിനെ താളം തെറ്റിക്കും. റോഡ് നിരപ്പ് ലെവലിലോ അതല്ലെങ്കിൽ അതിനേക്കാളും ഉയർന്നിട്ടുള്ളതോ ആയ ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ കോസ്റ്റ് കുറയാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ കുറച്ച് ലെവൽ താന്നിട്ടാണ് നമ്മുടെ നിർമ്മാണത്തിലുള്ള ഭൂമി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ തീർച്ചയായും അത് കൺസ്ട്രക്ഷൻ ഫൗണ്ടേഷൻ്റെ കോസ്റ്റൊക്കെ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഭൂമി നിലമൊക്കെ ആണെങ്കിൽ നല്ല ഉറച്ച മണ്ണല്ലാതെ വയൽ പോലെയോ അതല്ലെങ്കിൽ ഉറപ്പ് കുറഞ്ഞ മണ്ണുള്ള ഭൂമിയൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ കൂടുതൽ ചിലവ് വരും. അതിന് വേണ്ട സാധാരണ ഫൗണ്ടേഷനൊന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ പൈൽ ഫൗണ്ടേഷനോ അതല്ലെങ്കിൽ കോളം ഫൂട്ടിംഗ് ഫൗണ്ടേഷനോ ഇനി അതിൽ കൂടുതൽ മറ്റ് ഫൗണ്ടേഷനുകളൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരവസ്ഥ വന്നാൽ തീർച്ചയായും നമ്മുടെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കൂടും. അപ്പോൾ പലപ്പോഴും നമ്മൾ ഭൂമി തിരഞ്ഞെടുക്കുന്ന സമയത്ത് കോസ്റ്റ് കുറഞ്ഞ് കിട്ടിയാൽ ഭൂമിക്ക് വില കുറഞ്ഞ് കിട്ടിയാൽ അത് വാങ്ങുന്ന പ്രവണത പലപ്പോഴും കണ്ടിട്ടുണ്ട്. സ്ഥലത്തിന് വില കുറഞ്ഞ് കിട്ടുന്നതല്ല നമ്മൾ നോക്കേണ്ടത്. ആ സ്ഥലത്ത് നമ്മൾ വീടുണ്ടാക്കുമ്പോൾ കൂടുതൽ അമിത ചെലവ് വരാതിരിക്കാനുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കിയിട്ട് നമ്മൾ സ്ഥലം തിരഞ്ഞെടുക്കണം. അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് ബഡ്ജറ്റിൽ ഒതുക്കി വീട് നിർമ്മിക്കാൻ സാധിക്കും. താങ്ക് യു.